പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ 2025 സെപ്റ്റംബർ മാസം 5 തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നിട്ട് പറ, കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തി. കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് കരമുയർത്തി നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സഹായമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പരിചയമാകിയാൽ സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്ന കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. 22-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാം വാക്യം, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ കർത്താവിനെ സ്തുതിക്കും. സഭാമധ്യേ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്താൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത നന്മകൾക്കെല്ലാത്തിനും നന്ദി പറയുന്നു. പോയൊരാഴ്ചക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ശ്രേഷ്ഠമായി സൂക്ഷിച്ചതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് നന്ദി. ഈ മോർണിംഗ് മെസ്സേജിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് സ്തോത്രം. ഈ മോർണിംഗ് മെസ്സേജിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും പകർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ദൈവശക്തിക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തിൻ്റെ മേൽ കത്തട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. അവൻ ശിംശോൻ്റെ കയ്യിൽ നിന്ന് ആ ബന്ധനം കത്തിപ്പോയതുപോലെ അല്ലെങ്കിൽ അഴിഞ്ഞു പോയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ രോഗബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നിർജീവമായി പോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് നാക്കിലുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാക്കിലുണ്ടായിരിക്കുന്ന അലർജി, നാക്കിലുണ്ടായിരിക്കുന്ന അൾസറുകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, അതുപോലെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഗ്രേസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോകുന്നവർ അതിനകത്തുനിന്ന് വിടുവിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ ആരാധനയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇന്ന് കർത്താവ് മിഡിൽ ഈസ്റ്റിൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. കർത്താവിന് വലിയ മഹത്വം കാണാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം ആമേൻ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. കർത്താവെ, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കും. അതുകൊണ്ട് എല്ലാവരും തക്ക സമയത്ത് തന്നെ അതിൽ വന്ന് പങ്കെടുക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം,
ദൈവിക സമൃദ്ധിയുടെ രഹസ്യമാണ് ആ വാക്യങ്ങളിൽ കിടക്കുന്നത്. ദൈവിക സമൃദ്ധിയുടെ രഹസ്യങ്ങൾ. ഓരോ കാര്യങ്ങൾക്കും വേദപുസ്തകത്തിനകത്ത് ഓരോ തരത്തിലുള്ള താക്കോലുകളുണ്ട്. അപ്പം ദൈവിക സമൃദ്ധിയുടെ ഒരു താക്കോലാണ് ഈ പറയുന്ന 9ഉം 10ഉം വാക്യങ്ങൾ. സദൃശ്യവാക്യം 3-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാട്ടെ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യഹോവേ, നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. യഹോവേ, നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കർത്താവിനെ നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പോൾ അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് പ്രോവർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സദൃശ്യവാക്യം എന്ന് പറഞ്ഞത്, ശലോമോൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ജ്ഞാനമാണ്. അതായത് ലോകത്തിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ബുദ്ധിമാനായ, ജ്ഞാനമുള്ള, സമ്പന്നനായ രാജാവായിരുന്നു ശലോമോൻ. അപ്പം ഇതിനകത്ത് പറയുക, നിങ്ങളുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ട് കർത്താവിനെ ഹോണർ ചെയ്യണം. ആമേൻ. കർത്താവിനെ ഹോണർ ചെയ്യണം. അതായത് ഈ നമുക്ക് ലഭിച്ച നന്മ കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കർത്താവിനെ ഹോണർ ചെയ്യണം. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും. അപ്പം പലപ്പോഴും നമുക്കതറിയത്തില്ല. ഈ സമൃദ്ധി എന്ന് പറയുന്നത് ദൈവിക ദാനമാണ്. ദൈവം തരുന്ന നന്മയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. കാരണം നീയാണ് തന്നത്, അല്ലെങ്കിൽ കർത്താവാണ് എനിക്ക് തന്നത് എന്ന് നമ്മൾക്ക് ആ ബോധ്യം വന്ന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ബഹുമാനിക്കണം, കർത്താവിനെ ആദരിക്കണം, കർത്താവിന് അതിന് തക്കതായ മഹത്വം നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോഴാണ് വേദപുസ്തകം പറയുന്നത് എന്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ കർത്താവിനെ ആദ്യം സമ്പത്ത് കൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നു. അത് നമ്മൾ ദൈവത്തിന് ആരാധനയായി അർപ്പിക്കുന്നു. പിന്നെ 3, അപ്പോഴാണ് ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിന് നമുക്ക് ദൈവം തന്ന നന്മ കൊണ്ട് നമ്മൾ അതിനെ, കർത്താവിനെ ബഹുമാനിക്കുന്നു. അപ്പം അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിലൊക്കെ ആദ്യ ഫലമെന്ന് പറയും. ഈ ആദ്യം ദൈവത്തിന് കൊടുക്കുക, ബാക്കി വന്നതല്ല ദൈവത്തിന് കൊടുക്കുന്നത്. ആദ്യത്തെ ഫലം, അല്ലെങ്കിൽ നമുക്ക് കഴിച്ച് തൃപ്തരായതിന് ശേഷം, നമ്മൾ ഉപയോഗിച്ച് തൃപ്തരായതിന് ശേഷമല്ല ദൈവത്തിന് കൊടുക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന നന്മയുടെ ആദ്യ ഭാഗം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. ആ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്. അപ്പോൾ അതൊരു ബഹുമാനമാണ്. എനിക്ക് കിട്ടി, നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ആമേൻ. പണ്ടൊക്കെ നമുക്കറിയാം, ദൈവദാസന്മാരൊക്കെ വീട്ടിൽ വന്നാൽ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ആദ്യം അവർക്ക് കൊടുത്തിട്ടേ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ വിശന്ന് നിൽക്കുകയായിരിക്കും. പക്ഷെ മക്കളോട് പറയും, വെയിറ്റ് ചെയ്യ്, ആദ്യം ദൈവദാസന് കൊടുക്കട്ടെ, വന്ന അഭിഷക്തന് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പുരോഹിതന് കൊടുക്കട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? അത് ദൈവത്തെ ബഹുമാനിക്കുക. അവരെ ബഹുമാനിക്കുമ്പോൾ അത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യം. ഈ കൊടുക്കുക എന്ന് പറയുന്നത് എന്തുവാ? ആരാധനയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, ദൈവത്തെ ആദരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും? ദൈവിക സമൃദ്ധി, വാഗ്ദത്തം വരിക. ആമേൻ. എന്താ വാഗ്ദത്തം വരുന്നത്? ഞാൻ നിൻ്റെ ചക്കുകളിൽ, എന്നാൽ അങ്ങനെ നിൻ്റെ കളപ്പുരകൾ എങ്ങനെയെന്ന് ചോദിക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെ ആദ്യഫലം കൊണ്ടും കർത്താവിനെ ബഹുമാനിക്കുമ്പോൾ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. പ്രോസ്പെരിറ്റി ദൈവിക സമൃദ്ധിയുടെ സീക്രട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ ആദ്യം കർത്താവിന് കൊടുക്കുക. ആമേൻ. കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുക, കൊടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ കൊടുക്കുക. ഹല്ലേലൂയ. അത് ദൈവിക അനുസരണമായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമൃദ്ധി വരും. ആമേൻ. അങ്ങനെ വേണം പ്രിയപ്പെട്ടവരെ ചെയ്യുവാൻ. നമുക്കറിയാം, ഹാബേൽ യാഗം കഴിക്കുമ്പോൾ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു. അബ്രഹാം ആമേൻ യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ ശാലേം രാജാവായ മൽക്കീസദേക്കിന് തൻ്റെ സകലത്തിൻ്റെയും ദശാംശം കൊടുത്തു. അപ്പം സരാഫത്തിലെ വിധവയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. വിധവ എന്ത് ചെയ്തു? ആദ്യം ഏലിയാവിനെ പറഞ്ഞു, ആദ്യം നീ എനിക്കൊരപ്പം ഉണ്ടാക്കി.
അപ്പോൾ ആദ്യത്തെ ഭാഗം ആർക്ക് കൊടുത്തു? ദൈവം ഏലിയാവിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ വർധന ഉണ്ടായി. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ 5 അപ്പം കയ്യിലുണ്ടായിരുന്ന ആ പയ്യൻ എന്ത് ചെയ്തു? ആ ബാലകൻ തൻ്റെ 5 അപ്പവും മീനും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അതിനെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. വർധനവിന് വേണ്ടി ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നുണ്ടാകാം, ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ. പക്ഷേ എപ്പോഴും ബിബ്ലിക്കൽ പ്രിൻസിപ്പിളെ നമ്മൾ ഫോളോ ചെയ്താൽ ആമേൻ, നമ്മുടെ പ്രവൃത്തികളെ ദൈവം സാധ്യമാക്കി തരും. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും വായിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹം വരും. എന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരുന്നാൽ വരത്തില്ല. ദൈവം തന്ന ജോലിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം തന്ന പ്രവൃത്തികളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനത്താൽ കർത്താവ് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.